ഹലോ എല്ലാ മുത്തുമണീസിനും നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ നാളത്തെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോഴേ ഞാനൊരു ചെറിയ കാര്യം കൂടെ പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം മുതൽ, അതായത് ഇന്നലെ മുതൽ നമ്മുടെ ചാനലിൽ വേറൊരു ചാനലായ സുമി മുഫാസ് മൺസിലിൽ നമ്മുടെ ഏഷ്യാനെറ്റിൽ വരുന്ന കാറ്റത്തെ കിളിക്കൂട് ആ സീരിയലിൻ്റെ പ്രൊമോ ഞാൻ പറയുന്നുണ്ട്. വൈകിട്ട് 5 മണിക്ക് എല്ലാ ദിവസവും സുമി മുഫാസ് മൺസിലിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുന്നേ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ച് കമൻറ്റും കൂടെ ഇട്ടിട്ട് വേണം കാണാൻ. കാരണം അങ്ങനെയും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് കൂടുതൽ എൻഗേജ്ഡ് ആവും. അപ്പോൾ ഞാൻ ഒരുപാട് നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നാളത്തെ പ്രൊമോ വിശേഷത്തിലോട്ട് പോകാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലേന്ദ്രൻ്റെ പെങ്ങടെ വീട്ടിൽ വെച്ചിട്ട്, സുനന്ദയുടെ വീട്ടിൽ വെച്ചിട്ട് നമ്മുടെ ശിവശങ്കറിനും അതുപോലെ രാവുണ്ണിയമ്മാവൻ്റെ മകനും കമലയുടെ ആങ്ങളെയും ഒക്കെ ചേർന്നിട്ട് ഒരു മീറ്റിംഗ് നടന്നുവല്ലോ. അപ്പോൾ അതിൽ ബാലചന്ദ്രൻ നല്ല അടിപൊളിയായിട്ട് ഒരു ന്യൂട്രൽ നമ്പർ അടിച്ചായിരുന്നു. എന്തെന്ന് വെച്ചാൽ തൻ്റെ കുഞ്ഞാണ്, അതായത് തനിക്ക് ഗൾഫിലുണ്ടായിരുന്നപ്പോൾ ഒരു ആംഗ്ലോ ഇന്ത്യൻ ലേഡിയായിട്ട് ഒരു അഭിഹിത ബന്ധം ഉണ്ടായിരുന്നെന്നും അതിലൊരു കുഞ്ഞുണ്ടായെന്നും ആ കുഞ്ഞിനെ താൻ ഓർഫണേജിൽ ഏൽപ്പിച്ച്, ഇങ്ങനെ കഴക്കൂട്ടം ഓർഫണേജിൽ ഏൽപ്പിച്ചു, ആ കുഞ്ഞാണതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ നമ്മുടെ വൈജയുടെ ആങ്ങളമാരൊക്കെ വിശ്വസിച്ചു. പക്ഷേ അതൊരു ന്യൂട്രൽ നമ്പറായിരുന്നു, അത് അവർക്ക് ബോധ്യമായില്ല. അത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ ഇനി അലീനേനെ ഇറക്കി വിടണമെന്നും പറഞ്ഞ് നിങ്ങൾ വരരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർ തിരിച്ച് വരുമ്പോൾ കമല ചോദിക്കുന്നുണ്ട്, എന്തായി ബാലേന്ദ്രനുമായിട്ടുള്ള മീറ്റിങ്ങിൽ എന്താ തീരുമാനിച്ച ശിവേട്ടാന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, കമലയെ നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല, ആ കുഞ്ഞ് ശരിക്കും ബാലചന്ദ്രൻ്റെ മകളാണ്. ബാലേന്ദ്രൻ എന്തോ ഗൾഫിലായിരുന്ന സമയത്ത് ഏതോ ഒരു ആംഗ്ലോ ഇന്ത്യൻ ലേഡിയായിട്ട് ഒരു ബന്ധം ഉണ്ടാവുകയും അതിലുണ്ടായ കുഞ്ഞാണ് അലീന എന്ന് കേൾക്കുന്നു. കമല ഞെട്ടിത്തെറിക്കുകയാണ്. ഇത് എന്തൊക്കെയാണ് ശിവേട്ടൻ നിങ്ങൾ ഈ പറയണത്? അതേന്നേ, അയാൾ ആ കാര്യങ്ങളൊക്കെ ഇന്ന് തുറന്ന് സമ്മതിച്ചു എന്ന് പറയുകയാണ്. കമലയ്ക്ക് ആകെ കേട്ടിട്ട് എന്തോ പോലെ. അപ്പം ഇതെങ്ങനെയാണ് എന്നുള്ള ഒരു ഐഡിയ അവർക്ക് മനസ്സിലാവണ്ട. കാരണം ശിവശങ്കറിൻ്റെ അച്ഛനാണല്ലോ ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അതായത് നമ്മുടെ അലീനെ കൊണ്ടുവന്ന മുതൽ ഇവിടം വരെയുള്ളത് ബാലചന്ദ്രൻ്റെ ഒരു പ്രത്യേക ഒരു നാടകമായിരുന്നു. അതിൽ അച്ഛനും കൂടെ എങ്ങനെയോ പെട്ടു എന്നുള്ളതാണ് ഇവരൊക്കെ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതറിഞ്ഞ പാടെ തന്നെ നമ്മുടെ കമല നമ്മുടെ മനുവിനെ വിളിക്കുകയാണ്. മനുവിനെ വിളിച്ചിട്ട്, നീ എപ്പോഴാണ് നമ്മുടെ അലീനെ ആദ്യമായിട്ട് കാണുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ അമ്മേ കാര്യം പറയാം? അല്ല, നീ പറയാം, അച്ഛൻ്റെയോടൊപ്പമാണോ നീ കാണുന്നത്? അതെ. അവിടെ വെച്ചാണോ നീ കണ്ടത്? ഇതിന് മുന്നേ എന്തെങ്കിലും കാര്യം അച്ഛൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ കമല മനുവിനോട് പറയുന്നുണ്ട്, എടാ ഈ ബാലചന്ദ്രൻ നമ്മളെയൊക്കെ പറ്റിക്കുകയായിരുന്നു. ആ അവള് ഈ അലീന എന്ന് പറഞ്ഞ് ഹോം നേഴ്സായിട്ട് കൊണ്ടുവന്ന അവള് ബാലചന്ദ്രൻ്റെ സ്വന്തം മകളാണ്. ഇന്ന് ബാലചന്ദ്രൻ അത് എല്ലാവരോടും സമ്മതിച്ച് ആ കഥ പറഞ്ഞു എന്ന്. അപ്പം മനു പറയണം, അമ്മയ്ക്ക് എന്താ പ്രാന്താണോ? അങ്കിൾ അങ്ങനെയുള്ള ഒരാളല്ല. അങ്ങനെയുള്ള ഒരാളല്ലെങ്കിൽ നീ പോയി നേരിട്ട് ചോദിക്കുക. ഇന്ന് ബാലചന്ദ്രൻ്റെ വായിന്ന് ബാലചന്ദ്രൻ തന്നെ നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൂടാ മനുവിന് അത് കേട്ടിട്ട് ആകെ എന്തോ പോലെയാണ്. എന്നിട്ട് കമലേരുടെ അടുത്ത് കിടന്ന് ഷൗട്ട് ചെയ്യണം. എന്നിട്ട് നേരെ തന്നെ ഞാൻ ഇപ്പം തന്നെ പോയി ചോദിക്കുമെന്നും പറഞ്ഞിട്ട് നേരെ ബാലേന്ദ്രൻ്റെ വീട്ടിലോട്ട് ചെല്ലണം. അവിടെ ചെന്നപ്പോൾ ബബിതയാണ് ഡോറ് വന്ന് തുറക്കുന്നത്. അങ്ങനെ ബബിത ഡോറ് തുറക്കുമ്പോൾ ആ മനുവേട്ടനാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ വൈജയുണ്ട്. വൈജയ ചോദിക്കുന്നുണ്ട്, ഇത്രയും നാൾ അമ്മയുള്ളപ്പം അമ്മയുടെ പേരും പറഞ്ഞ് അവളെ കാണാൻ വരാറുണ്ട്. ഇന്നിപ്പോൾ അവളെ കാണാൻ, അതെ, അവളെ കാണാനും ആൻറ്റിയെ കാണാനും അങ്കിളിനെ കാണാനും കൂടെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാനേ വന്ന കാര്യം പറയുന്നതിന് മുന്നേ ആദ്യം ഞാൻ അവളൊന്ന് കണ്ട് സംസാരിക്കട്ടെ. അലീനെ. ആയിക്കോട്ടെ അവൾ റൂമിലുണ്ടെന്ന് പറഞ്ഞ് നേരെ അലീനയുടെ അടുത്ത് ചെല്ലാണ്. അതെ, ഇന്ന് അങ്കിള് എൻ്റെ അച്ഛനും ഫാമിലി മെമ്പേഴ്സൊക്കെ ഇരുന്ന സമയത്ത് ബാലേന്ദ്രൻ അങ്കിൾ ഒരു കാര്യം പറഞ്ഞു, അങ്കിളിൻ്റെ മകളാണ് നീ എന്ന്. നിനക്കതറിയാവോ? അങ്കിളിൻ്റെ മകളാണ് നീ എന്നുള്ളത് നിനക്കറിയാമായിരുന്നോ അലീനയെന്ന് ചോദിക്കണേ. എനിക്കറിയില്ല, എല്ലാം അച്ഛനോട് ചോദിക്കും മനുവേട്ടാന്ന് പറയുന്നു. ഓ, അച്ഛനൊക്കെ വിളിച്ചു തുടങ്ങിയോ? അച്ഛൻ അങ്ങനെ വിളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആയിക്കോട്ടെ, എന്തായാലും നിൻ്റെ അച്ഛനാണ്, സ്വന്തം അച്ഛനാണ് ബാലേന്ദ്രൻ അങ്കിൾ എന്നുള്ളത് നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നത്. അതൊക്കെ അച്ഛനോട് ചോദിച്ചാൽ മതി മനുവേട്ടാന്ന് പറഞ്ഞ് അലീന പതുക്കെ ഒഴിഞ്ഞു മറിയാണ്. നിൻ്റെ അമ്മ ആരാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. നീ എവിടെയാണ് ജനിച്ചത്? അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അലീനയുടെ അടുത്ത് മനു ചോദിക്കുന്നുണ്ട്. പക്ഷേ വ്യക്തമായ മറുപടിയൊന്നും നമ്മുടെ അലീന കൊടുക്കുന്നില്ല, പേടിച്ചിട്ട്. കാര്യം എന്തൊക്കെയാണ് മനുവേട്ടൻ അറിഞ്ഞു എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. അപ്പം അഥവാ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനോട് എന്നെ ചോദിച്ച് മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിൽ അലീന ഒന്ന് വഴുതി മാറിയുള്ള മറുപടി മാത്രമാണ് മനുവിന് കൊടുത്തത്. എന്തായാലും ഞാൻ അങ്കിളിനെ പോയി ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ മനു ബാലേന്ദ്രൻ്റെ റൂമിൽ പോകും.
പോവാണ്. അങ്ങനെ ബാലേന്ദ്രൻ പറഞ്ഞു വാ മനു ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതെ അങ്കിൾ ഇന്നൊരു ബോംബൊക്കെ വീട്ടിൽ പൊട്ടിച്ചായിരുന്നല്ലോ എൻ്റെ അച്ഛൻ്റെ അടുത്തും കൊച്ചച്ഛൻ്റെ അടുത്തും ഒക്കെ. അപ്പോൾ അത് ശരിയാണോ എന്ന് ചോദിച്ചു. അതെ ശരിയാണ്, അവരൊക്കെ വിശ്വസിച്ചു, പക്ഷെ ഞാൻ വിശ്വസിക്കില്ല അങ്കിളെ. കാര്യം അങ്കിൾ അങ്ങനെയുള്ള ഒരാളല്ല. അങ്കിൾ എന്താ ഈ പറയണത്? എത്ര വർഷങ്ങൾക്ക് മുന്നേ അങ്കിളിന് ഗൾഫിൽ ഇരുന്നപ്പോൾ ഒരു ആംഗ്ലോ ഇന്ത്യൻ ലേഡിയായിട്ട് അങ്കിളിന് ബന്ധം ഉണ്ടായെന്നും അത് ആ പെണ്ണിനെ കളഞ്ഞ് അതിലൊരു കുഞ്ഞുണ്ടായി, എന്തൊക്കെ കഥയാണ് അങ്കിൾ ഈ കേൾക്കണത്? ഞാനൊരിക്കലും വിശ്വസിക്കില്ല. അതെന്താ മനു നിനക്ക് വിശ്വസിച്ചാൽ? നിൻ്റെ ആ കുടുംബക്കാരൊക്കെ വിശ്വസിച്ചല്ലോ, പിന്നെ നിനക്ക് എന്നാ വിശ്വസിച്ചാലെന്ന് ചോദിച്ചു. അങ്കിൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു പെണ്ണിനെ ചീറ്റ് ചെയ്ത് അതിലൊരു കുഞ്ഞിനെ ഉണ്ടാക്കി അങ്കിൾ എന്ത് വൃത്തികേടൊക്കെയാണ് ഈ പറയണത്? ഞാനിതൊന്നും ഒരിക്കലും ഉൾക്കൊള്ളില്ല. കാര്യം മനു ഭയങ്കര ഇമോഷനായിട്ടാണ് ബാലേന്ദ്രൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ഒരു തരം ഷൗട്ടിങ്ങും ആണ്, സങ്കടവുമാണ്. അങ്ങനെ കാരണം വെച്ചാൽ ഒരു റോൾ മോഡലായിരുന്നു മനുവിൻ്റെ മനസ്സിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്നത്. കാരണം കുടുംബം, മക്കൾ, ഭാര്യ, സ്വന്തം സ്ഥാപനങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോണു, അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ ആ അങ്കിളിന് ഈ ഇടയായിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്കിള് സത്യം ഇതിന് പിന്നിലൊക്കെ ഉള്ളത് എന്താണ്? ആരാണ് ഈ അലീന ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? അങ്ങനെയൊക്കെ മനു ചോദിക്കുന്നു. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നിനക്കറിയാവോ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നത്? അതെ എനിക്കറിയാം. അന്ന് അങ്കിള് എവിടെയൊക്കെ പോയി 2-3 ദിവസം കുടിച്ചും കൂത്താടി വന്നിട്ട് അങ്കിളിന് ഹാർട്ട് അറ്റാക്കും വന്ന്. ഞാൻ കുടിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. അത് ഏതിനെന്നൊന്നും നിനക്കറിയില്ലല്ലോ. നീ പറഞ്ഞു ഞാൻ എവിടെ തെണ്ടിത്തിരിയാൻ പോയെന്ന്, എവിടെയാണെന്നും നിനക്കറിയില്ലല്ലോ. എന്നാൽ നിന്നോട് ഞാൻ ഈ സത്യങ്ങളൊക്കെ പറയാൻ മനു എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ആ സത്യങ്ങളെല്ലാം മനുവിനോട് പറയാണ്. അതായത് ഒരു ദിവസം ഞാൻ ഇവിടെ ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്ന് ഊണൊക്കെ കഴിഞ്ഞ ശേഷം പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടെ നിന്ന് പോവാണ്, ഒരു യാത്ര. 2 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നത്. അത് വേറൊന്നുമല്ല, നിൻ്റെ വല്യച്ഛനായ ഗംഗാധരൻ്റെ വീട്ടിലാണ് ഞാൻ പോയത്. അതെന്തിനാണെന്ന് വെച്ചാൽ നിൻ്റെ ആൻറ്റി വൈജയുടെ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയണമായിരുന്നു. അതായത് ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുന്നേ വൈജയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി എന്നുള്ളൊരു കാര്യം ഞാൻ അറിഞ്ഞു. അടുത്ത കാലം അങ്കിൾ എന്തൊക്കെയാണ് അങ്കിളിന് വല്ല സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു അങ്കിൾ അടുത്ത് എന്താണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്? ഇത്ര നേരം അങ്കിൾ പറഞ്ഞു അങ്കിളിൻ്റെ മകളാണ്, ഒരു തീയിലുണ്ടായ കുട്ടിയാണ് അലീന എന്ന്. ഇപ്പോൾ അതേ ആൻറ്റി പ്രസവിച്ചു കല്യാണത്തിന് മുന്നേ. അങ്കിൾ എന്തൊക്കെയാണ് ഈ പറയണത്? മനുവിനാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിക്കണം അങ്കിളിൻ്റെ ഓരോ സംസാരം കേട്ടിട്ട്. ഞാൻ പറയാനുള്ളതൊന്ന് പറയട്ടെ മനു എന്ന് പറയുന്നുണ്ട്. അതായത് വൈജ കുറച്ച് നാൾ ഗംഗാധരന് ഒരു കുഞ്ഞുണ്ടായ സമയത്ത്, മൂത്ത മകളുണ്ടായ സമയം 2 വർഷം കൊണ്ടോ ആഗ്രയിൽ പോയി നിന്നു. അവിടെ ഒരു ഒരു സ്റ്റാൻലി ആയിട്ട് നിൻ്റെ ആൻറ്റി, അതായത് വൈജയന്തി അടുപ്പത്തിലാവുകയും അയാളിൽ ഒരു കുഞ്ഞ്, വൈജയന്തി ഗർഭിണിയായി അതിലൊരു കുഞ്ഞുണ്ടാവുന്നു. പക്ഷേ ഒരു അന്യമതത്തിൽപ്പെട്ട ഒരാളിൽ അങ്ങനെ ഒരു കുഞ്ഞുണ്ടായ കൈതക്കൽ വീട്ടുകാർക്ക് അത് സഹിക്കാൻ പറ്റുമോ? അവർ ചെവി അറിയാണ്ട് വൈജ അവിടെ നിർത്തി തന്നെ പ്രസവിപ്പിച്ചിട്ട് ആ കുഞ്ഞിനെ നിൻ്റെ മുത്തശ്ശനും അതുപോലെ രാവുണ്ണി അമ്മാവനും കൂടെ ചേർന്നിട്ട് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഒരു അനാഥാലയത്തിൽ ഏൽപ്പിക്കുകയാണ്. ആ കുഞ്ഞാണ് ഇപ്പോൾ നിൻ്റെ മുന്നിൽ, നമ്മുടെ മുന്നിൽ വേലക്കാരിയായി അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സായിട്ട് വന്ന് നിൽക്കുന്ന ആൾ അലീന. മനു ഇതൊക്കെ കേട്ടിട്ട് മനു അന്തം വിടുകയാണ്. ഞാൻ ഈ പറഞ്ഞ കഥയാണ് സത്യം. ഇത് വേണമെങ്കിൽ നീ നിൻ്റെ വല്യച്ഛനോട് വിളിച്ച് ചോദിച്ചു നോക്ക്. അതൊന്നും വേണ്ട, നിൻ്റെ സ്വന്തം അച്ഛനോട് ചോദിച്ചു നോക്ക്. നീ ഒന്ന് ആലോചിച്ച് നോക്കണം. എൻ്റെ 22 വർഷത്തിനിടയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഈ ഒരു രീതിയിൽ ഒരു കേസും ഞാൻ ചെയ്തിട്ടുമില്ല, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുമില്ല. പക്ഷേ എൻ്റെ കൂടെ കഴിഞ്ഞ എൻ്റെ 3 മക്കളുടെ അമ്മയായ അവൾ ഈ 22 വർഷവും എന്നെ ഒളിച്ച് നിൻ്റെ വീട്ടുകാർ കൈതക്കൽ മാളിക വീട്ടിലുള്ള സകലതും എന്നെ ഇതെല്ലാം ഒളിച്ച് വഞ്ചിച്ച് എന്നെ ഇത്രയും നാൾ ഒരു വിഡ്ഢിയാക്കി. ഞാനൊരു വിഡ്ഢിയാണെന്ന് അവർ വിചാരിച്ചു അല്ലേ? പക്ഷേ ഈ സത്യങ്ങളൊക്കെ ദൈവമായിട്ട് അറിഞ്ഞതാണ്. മനു ആകെ ഷോക്കഡായിട്ട് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ഇതൊക്കെ അങ്കിൾ എങ്ങനെ അറിഞ്ഞു? ഇത് സത്യമാണോ എന്ന് വെച്ചാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, ഞാനിത് നിനക്ക് വേണമെങ്കിൽ നിൻ്റെ അച്ഛനോടൊക്കെ ചോദിച്ചു നോക്ക്, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അണുവണ വ്യത്യാസം ഉണ്ടോ എന്ന്. അപ്പോൾ അങ്കിൾ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുകയാണ്. അത് നീ മുത്തശ്ശിക്കൊരു ഫോൺ മേടിച്ചു കൊടുത്തായിരുന്നല്ലോ, ആ ഫോണിൽ നിന്ന് അന്ന് അലീനയ്ക്ക് ആ കുത്തേറ്റ് ഹോസ്പിറ്റലിൽ കിടന്ന സമയം ഇതിൻ്റെ പിന്നിൽ ആരാണെന്നൊക്കെ എനിക്കൊന്ന് അറിയണമെന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഈ അമ്മയുടെ ഫോണിൽ റെക്കോർഡിങ് ഓൺ ചെയ്തിട്ടു. അപ്പോൾ അലീന ഇടയ്ക്കിടയ്ക്ക് രേവതിക്കുട്ടിയെ വിളിക്കാറുണ്ട്. അങ്ങനെ ആ രേവതിക്കുട്ടിയെ വിളിക്കുന്ന ഓരോ കോളുകളിലും ഇടയ്ക്ക്
സംസാരത്തിൽ വന്നതാണ് എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ വൈജയന്തി എന്നുള്ള സത്യം. അങ്ങനെയാണ് ഞാൻ അറിയുന്നത്. മനു ഷോക്കായി പോണ്. ഇത്രയും നാളായിട്ടും അലീനെ അവന് ഇഷ്ടമാണ്, ഇത്രയും മനസ്സറിഞ്ഞ് അവൻ പല കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. പക്ഷേ എന്നിട്ട് കൂടി അലീന ആ രഹസ്യം മനുവിനോട് പോലും പറഞ്ഞില്ല. മനു ആകെ ഷോക്കാവുകയാണ് അല്ലേ. ഇത്രയും അപ്പോൾ മനു ഇതൊക്കെ അറിഞ്ഞിട്ട് ഇത്രയും നേരം റേസ് ചെയ്തുകൊണ്ടിരുന്ന മനു നേരെ ഓപ്പോസിറ്റ് വിങ്ങി പൊട്ടിപ്പോവാണ്. എന്ന് വെച്ചാൽ അങ്കിളുടെ മുന്നിൽ നെഞ്ചു പൊട്ടി കരയും പോലെ അങ്ങ് വിങ്ങാണ്. ബാലചന്ദ്രനെ ആശ്വസിപ്പിക്കാൻ പോലും മനുവിന് പറ്റില്ല. കാര്യം ഇത്രയും ഒരു സങ്കടം ഉള്ളിൽ ഒതുക്കി ഹൃദയം പൊട്ടി അങ്കിളിനൊരു അറ്റാക്ക് വന്ന് എന്നിട്ടും ഇത് മനസ്സിൽ കൊണ്ട് അങ്കിൾ എങ്ങനെ നടന്നു എന്നിട്ട് ചോദിക്കുന്നത്, അങ്കിൾ എന്തിനാണ് അവരെയൊക്കെ മുന്നിൽ അങ്കിൾ ഒരു വിഡ്ഢിയായിട്ട് നിൽക്കുന്നു, ആൻറ്റിയല്ലേ തെറ്റ് ചെയ്തത്, പിന്നെ അങ്കിൾ എന്തിനാണ് ഈ തെറ്റ് ഏറ്റെടുത്തത്. അപ്പോൾ പറഞ്ഞു, മനു നീ പറയും പോലെ ഞാനിപ്പോൾ എടുത്തിയാടി വൈജയാണ് ഇതിൻ്റെ ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ നിൻ്റെ ആൻറ്റി ഇന്നിപ്പോൾ ജീവനോടെ ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ ബാലചന്ദ്രൻ പറഞ്ഞു. മനുവിന് എന്ത് ചെയ്യണമെന്ന് എന്ത് പറയണമെന്നും അറിയില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് നാളത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആവുന്നത്. അപ്പം നാളത്തെ പ്രൊമോ ഇത് ഇങ്ങനെയാണ് കാണിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കാണിക്കുന്നത് ബാലേന്ദ്രൻ മനുവിനെ ആശ്വസിപ്പിക്കുകയും പിന്നെ മനു നേരെ നമ്മുടെ അലീനയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. അലീനയുടെ അടുത്ത് ചെന്നിട്ട് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ എൻ്റെ വൈജയ ആൻറ്റിയുടെ മകളാണെന്നുള്ള കാര്യം എന്തുകൊണ്ട് അലീന എന്നോട് പറഞ്ഞില്ല. അങ്ങനെ അലീന കൈകൂപ്പി ക്ഷമ പറഞ്ഞുകൊണ്ട് മനുവായിട്ട് എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുന്നു. അങ്ങനെ മനു അലീനയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞ് സങ്കടം പ്രകടിപ്പിക്കുന്ന രംഗങ്ങൾ അതിൻ്റെ അടുത്ത ദിവസം നാളത്തെ കഴിഞ്ഞ് കാണിക്കുന്ന പ്രൊമോയിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിനിടയിൽ നമ്മുടെ വൈജയന്തി നേരെ മനു ഇവിടെ വന്ന സമയത്ത് തന്നെ നേരെ തറവാട്ടിൽ കൈതക്കൽ വീട്ടിലോട്ട് പോകുന്നുണ്ട്, എന്തായി ഏതായെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ വൈജ ആ സത്യങ്ങളൊക്കെ അറിയണം. അതായത് ബാലചന്ദ്രൻ്റെ സ്വന്തം മകളാണെന്നുള്ള കാര്യം ശിവശങ്കരൻ വൈജിയോട് പറയുന്നുണ്ട്. അങ്ങനെ വൈജി ഇത് കേട്ട് ആകെ അന്താളിക്കുകയാണ്. അതായത് ഗൾഫിലായിരുന്ന ആ 3 വർഷം അയാൾ ഏതൊരു ആംഗ്ലോ ഇന്ത്യൻ ലേഡിയായിട്ട് ഒരു ബന്ധത്തിൽ പിന്നെ ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെടുകയും അതിൽ അവർക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞാണ് അലീന, ആ കുഞ്ഞിനെയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് വൈജ ഷോക്കാവുകയാണ്. പിന്നെ കമലയുടെ കാര്യം പറയണ്ടല്ലോ, നന്നായിട്ട് എരിയിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കമലയും. അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം ഇനി വരും ദിവസങ്ങളിൽ നല്ല വമ്പൻ ട്വിസ്റ്റാണ് മഴതോറും മുമ്പ് സീരിയലിൽ. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ്.